നിയമവിദഗ്ധരായ ചില രാഷ്ട്രീയ നേതാക്കന്മാർ മുനമ്പത്ത് ചെന്ന് 5 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ? അതൊരു ശരിയായ ചോദ്യമാണ് അല്ലേ. നമ്മൾ ഒരു മാസം മുമ്പ് പാർലമെൻറ്റിൽ വഖഫ് ഭേദഗതിയെ എതിർക്കുന്നവരുടെ വാദഗതികളെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. അത് ചെയ്ത അവസരത്തിൽ അതിൻ്റെ ആരംഭത്തിൽ തന്നെ ഈ വീഡിയോ കാണണമെന്ന് നമ്മൾ പ്രേക്ഷകരോട് അഭ്യർത്ഥിച്ചിരുന്നു. അതിൻ്റെ ആരംഭത്തിൽ തന്നെ ഒരു 3 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. ഒന്നാമത്തത്, ഇത് 5 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാം എന്ന് പറയുന്ന ആളുകളുടെ വാദങ്ങളെ വിശ്വസിക്കരുത് എന്നാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, കോടതിക്ക് പുറത്ത് വെച്ച് ഇത് പരിഹരിക്കാം എന്ന് പറയുന്നവരെ വിശ്വസിക്കരുത്. കാരണം അങ്ങനെയുള്ള ഒരു തീരുമാനത്തിലൂടെ ഈ ജനത്തിൻ്റെ റവന്യൂ അവകാശങ്ങൾ സ്ഥിരീകരിക്കപ്പെടുകയില്ല. അപ്പോൾ അതുകൊണ്ട് അത് ചെയ്യരുതെന്ന് പറഞ്ഞായിരുന്നു. മൂന്നാമത്തത്, ഈ നമ്മുടെ നാട്ടിൽ കൂടെ നിയമപരമായി ഇത് പരിഹരിക്കണമെന്ന് ചതിവിൽ പറഞ്ഞു നടക്കുന്ന ആളുകളുണ്ട്. അവർ പറയുന്നത് ഇപ്പോഴത്തെ വഖഫ് നിയമം അനുസരിച്ച് പരിഹരിക്കണമെന്ന്. അവരെയും വിശ്വസിക്കരുത്. ഇതൊന്നും പരിഹാരമല്ല എന്നും, പരിഹാരം എന്തായിരിക്കണം, ഇച്ഛാശക്തിയുള്ളൊരു ഗവൺമെൻറ് ഉണ്ടെങ്കിൽ അത് സാധ്യമാണ്. അത് ഇപ്പോൾ ഇന്ത്യയിൽ തെളിഞ്ഞും കഴിഞ്ഞതാണ്. ഈ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞതാണ്. അതിനുശേഷം ഇപ്പോൾ 2 ആഴ്ച മുമ്പ് നമ്മുടെ ഈ കേരളത്തിലെ പ്രതിപക്ഷത്തിലുള്ള ആളുകൾ അവർ മുനമ്പത്ത് എന്നിട്ട് മുനമ്പത്ത് വഖഫ് ഭൂമിയല്ല, ഇതിപ്പോൾ പരിഹരിച്ച് തീരാനുള്ള തീർക്കാൻ കഴിയും എന്നൊക്കെ വലിയ കാര്യങ്ങളൊക്കെ പാവപ്പെട്ട ജനത്തെ ചതിക്കാനായിട്ട് പറയുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം അവിടെ കണ്ട ആളുകൾ മുമ്പിൽ നിന്നതെല്ലാം വക്കീലന്മാരാണ്. നമ്മൾ ഈ വിഷയം പഠിച്ചിടത്തോളം ഇത് വളരെ സിമ്പിളായിട്ട് പരിഹരിക്കപ്പെടാവുന്ന ഒന്നല്ല. നമ്മൾ ഒന്നിൽ കൂടുതൽ വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞതാണ്. അത് നിയമം അറിയാവുന്ന ആളുകൾ പറയുന്ന കാര്യങ്ങളും നിയമത്തിൽ കിടക്കുന്ന കാര്യങ്ങൾക്ക് നോക്കിയിട്ടാണ് നമ്മളത് പറഞ്ഞിരുന്നത്. എന്നിട്ട് വീണ്ടും ഈ ജനത്തെ ചതിക്കാൻ വേണ്ടി ഇത് വഖഫ് ഭൂമിയല്ല, ഇത് ഇപ്പം പരിഹരിക്കാമെന്ന് പറയുകയാണ്. വാസ്തവത്തിൽ മുനമ്പത്തെ ഭൂമി വഖഫ് അല്ല എന്ന് പറയാനായിട്ട് ഇവർ ഉന്നയിക്കുന്ന വാദം, അതിനകത്ത് കണ്ടീഷൻ പറഞ്ഞിട്ടുള്ളത് ശരിയാണ്. കണ്ടീഷൻ ഉണ്ടെങ്കിൽ വഖഫ് ആകുകയുമില്ല എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ സിദ്ദിഖ് സേട്ട് കൊടുത്ത ആധാരത്തിൽ വഖഫ് എന്ന വാക്ക് എഴുതി വെച്ചിട്ടുണ്ടല്ലോ, ഉണ്ടെന്നുള്ളത് ശരിയാണ്. ഒന്നിൽ കൂടുതൽ പ്രാവശ്യം എഴുതി വെച്ചിട്ടുണ്ട്. ഇനി കോൺഗ്രസ് എഴുതിയ 95-ലെ നിയമം, അതിൻ്റെ 40-ാമത്തെ ആർട്ടിക്കിൾ എടുത്തു വെച്ച് വായിച്ചാൽ, അതായത് വഖഫാണെന്ന് കരുതാനായിട്ട് ന്യായമുണ്ടെങ്കിൽ അത് വഖഫാണെന്ന് കോൺഗ്രസ് എഴുതി കൊടുത്തിരിക്കുന്ന നിയമം അതിനോട് കൂട്ടി വായിച്ചാൽ അത് വഖഫായിട്ട് ആളുകൾക്ക് എഴുതിക്കൂടെ? അങ്ങനെ പറഞ്ഞുകൊണ്ടാണല്ലോ ഈ മുനമ്പത്തുള്ള ആളുകൾക്ക് ഇപ്പോൾ നോട്ടീസ് കിട്ടിയിരിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ഭൂമിയുള്ള അവകാശം നഷ്ടമാകുന്ന നിലയിലേക്ക് വന്നത്. വീണ്ടും ഈ നേതാക്കൾ എന്തുകൊണ്ടാണ് മുനമ്പത്ത് പോയിട്ട് ഇത് വഖഫല്ല എന്ന് പറഞ്ഞു? അവർ വാസ്തവത്തിൽ സമീപിക്കേണ്ടതും ജോലി ചെയ്യേണ്ടതും കോടതിയുമായിട്ട് ബന്ധപ്പെട്ടും നിയമഭേദഗതിയുമായിട്ട് ബന്ധപ്പെട്ടല്ലേ? അത് ചെയ്യാതെ ഈ പാവപ്പെട്ട ആളുകളെ എന്തിനാണ് വീണ്ടും ഈ നുണ പറഞ്ഞ് ചതിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ഒരു ചോദ്യം, സിദ്ദിഖ് സേട്ടിന് നമ്മുടെ നാട്ടിലെ ഒരു സ്ഥലം വഖഫ് ചെയ്ത്, അതായത് നമ്മുടെ നാടിൻ്റെ ഒരു സ്ഥലം വഖഫ് ചെയ്യാനുള്ള അവകാശമുണ്ടായിരുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ദീപികയിൽ ജോഷി മയ്യാലച്ചന് എഴുതിയിരുന്ന ഒരു ആർട്ടിക്കിളിനകത്ത് കുറച്ചധികം വിവരങ്ങൾ കിടപ്പുണ്ട്. അതിനകത്ത് പറയുന്ന ഡോക്യുമെൻ്റ് വെച്ച് പറയുന്ന വിവരങ്ങളനുസരിച്ച് ഈ സ്ഥലം പാട്ടത്തിനെടുത്ത അബ്ദുൾ സത്താർ മൂസ ഹാജിയുടെ പിൻഗാമിയായിട്ട് വന്ന മൂസ അബ്ദുൾ കരീം സേട്ടു മരിക്കുന്നത് 1945. അപ്പോൾ അദ്ദേഹത്തിന് ഒരു മകളാണ് ഉണ്ടായിരുന്നത്, ആമിന എന്ന് പറയുന്നത്. 6 വയസ്സ് പ്രായമുള്ള ആമിന. ഇദ്ദേഹത്തിൻ്റെ സമ്പത്തുകളൊക്കെ ഈ ആമിന മൈനർ ആയതുകൊണ്ട് സമ്പത്തുകളുടെയൊക്കെ റിസീവറായിട്ട് അന്ന് കോടതി വെച്ചതാണ് ഈ സിദ്ദിഖ് സേട്ടിനെ. അദ്ദേഹം 1947 ഈ സ്ഥലം ആധാരം ചെയ്തെടുക്കുന്നു എന്ന് പറയുമ്പോൾ അതിനകത്ത് ചില പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ ആമിനയ്ക്ക് 8 വയസ്സാണ്. പിന്നീട് നമ്മൾ ചില വാദഗതികളൊക്കെ കാണുന്നത് ഇദ്ദേഹം കൊടുത്തിരുന്നു എന്നൊക്കെയാണ്. അതെന്തെങ്കിലും ആകട്ടെ, 1950 ഈ ആമിനയ്ക്ക് 11 വയസ്സുള്ളപ്പോഴാണ് ഇത് വഖഫ് ആധാരമായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് ആ കൊച്ചിന്, അല്ലെങ്കിൽ ഈ ആമിനയ്ക്ക് തിരിച്ച് പിതാവിൻ്റെ സ്വത്ത് അവകാശപ്പെടാനായിട്ട് സമയമുണ്ടായിരിക്കെ
അതിന് 16 വയസ്സാണല്ലോ. സമയമുണ്ടായിരിക്കെ എങ്ങനെയാണ് ഈ സിദ്ദിഖ് സേട്ട് വഖഫായിട്ട് കൊടുക്കുന്നത്? ഒന്നാമത്തെ, ഇദ്ദേഹത്തിന് എന്ത് അവകാശമുണ്ടായിരുന്നു എന്നൊരു ചോദ്യം അവിടെ നിൽപ്പുണ്ട്. ഇത് കുറച്ച് നാളായിട്ട് നമ്മളാണ് നിൽക്കുന്നത്. ഇതിനേക്കാൾ പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഒരു ചോദ്യം എനിക്ക് ചോദിക്കാനുള്ളത്, ഇതോട് ചേർന്നുള്ള ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ സിദ്ദിഖ് സേട്ടിന് വഖഫ് എന്താണെന്ന് അറിയാമായിരുന്നു എന്നുള്ളതാണ്. സിദ്ദിഖ് സേട്ടിന് വഖഫ് എന്താണെന്ന് അറിയാമായിരുന്നുവോ? കാരണം വൺസ് വഖഫ് ഓൾവേസ് വഖഫ് എന്നാണ് അവരുടെ നിയമം. അവരുടെ നിയമം അനുസരിച്ച് വഖഫ് ആധാരം എഴുതുന്നതെങ്കിൽ വഖഫ് എഴുതിയതിന് ശേഷം അതിൽ കണ്ടീഷൻ വെക്കാൻ പാടുണ്ടോ എന്നാണ് ചോദ്യം. അത് കണ്ടീഷൻ വെച്ചിട്ടുണ്ട്, പൈസ മേടിച്ച് വിറ്റിട്ടുമുണ്ട്. ഇനി ഇത് ആ വിധത്തിലല്ലാതെ ചാരിറ്റിക്കായിട്ടും വിദ്യാഭ്യാസവും അല്ല പോകുന്നെങ്കിൽ അത് എൻ്റെ പിൻഗാമികളിലേക്ക് തിരിച്ചു ചേരുമെന്നും ഇവിടെ പറഞ്ഞു കൊടുക്കുന്ന വഖഫായിരുന്നുവോ? അങ്ങനെ വഖഫാണെങ്കിൽ അങ്ങനെ ഉദ്ദേശിച്ച് ഇദ്ദേഹത്തിന് ഈ വഖഫിനെ കുറിച്ച് എന്താണ് അറിയാമായിരുന്നു? അറിയാത്തൊരു കാര്യം ചെയ്തിട്ട് അത് മറ്റുള്ളവരുടെ മുകളിലേക്ക് ആരോപിക്കുന്ന ഒരു പ്രത്യേക സിറ്റുവേഷൻ നമ്മൾ കാണുന്നത്. ഇങ്ങനെ യാതൊരു വ്യക്തതയും ഇല്ലാത്ത ഒരു ആധാരത്തിൻ്റെ ബേസിൽ ഒരു നിസാർ കമ്മീഷൻ തീരുമാനിച്ചതനുസരിച്ചല്ലേ ഇപ്പം മുൻപത്തെ ആൾക്കാർക്ക് ഈ നോട്ടീസ് കിട്ടിയിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ പുറകിലുള്ള ന്യായവും നീതിയൊക്കെ എന്താണെന്ന് നമ്മൾ ആലോചിക്കേണ്ടതല്ലേ?